ശാശ്വതീകാനന്ദയുടെ മരണം സംബന്ധിച്ച് ആരോപണം ഉന്നയിച്ചവരുടെ മൊഴി ക്രൈംബ്രാഞ്ച് രേഖപ്പെടുത്തും. പുനരന്വേഷണ സാധ്യതകൾ പരിശോധിക്കാൻ നിയോഗിച്ച ക്രൈംബ്രാഞ്ച് സംഘമായിരിക്കും മൊഴി രേഖപ്പെടുത്തുക. ഇതോടെ തുടരന്വേഷണം നീളാനാണ് സാധ്യത. വിവരങ്ങളുമായി വിജേഷ് ചേരുന്നു. ഞങ്ങളുടെ പ്രതിനിധി വിജേഷ്, എന്തൊക്കെയാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? അജിംഷാദ്, ശാശ്വതീകാനന്ദയുടെ മരണവുമായി ബന്ധപ്പെട്ട് ബിജു രമേശിന്റെ മൊഴിയെടുക്കുമെന്നും അതോടൊപ്പം ഈ പ്രത്യേക സാഹചര്യത്തിൽ മാധ്യമങ്ങളിലടക്കം പ്രതികരിച്ചിട്ടുള്ള, അതായത് പുതിയ വെളിപ്പെടുത്തലുകൾ നടത്തിയിട്ടുള്ള എല്ലാവരുടെയും മൊഴി പ്രത്യേകം രേഖപ്പെടുത്തും എന്നാണ് ക്രൈംബ്രാഞ്ച് വ്യക്തമാക്കിയിരിക്കുന്നത്. ഇത്തരത്തിൽ എല്ലാവരുടെയും മൊഴികൾ രേഖപ്പെടുത്തി ആണ് അന്വേഷണം മുന്നോട്ട് പോകുന്നതെങ്കിൽ അതിന്റെ അന്തിമ റിപ്പോർട്ട് സമർപ്പിച്ചത് വൈകും എന്ന് തന്നെയാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ അന്വേഷണം നീണ്ടുപോകാനുള്ള സാധ്യതയുമുണ്ട്. ഏതായാലും ഇതുവരെ പ്രതികരിച്ചിട്ടുള്ള നിരവധി ആൾക്കാരുടെ, അതായത് ഇത് സംഭവം നടക്കുന്ന സമയത്ത് സാക്ഷികളായിരുന്നവരും മറ്റുമൊക്കെ തന്നെ പല ചാനലുകളിലടക്കമായിട്ട് നിരവധി പേർ മൊഴി പ്രതികരിച്ചിട്ടുണ്ട്. ഇവരുടെയൊക്കെ തന്നെ മൊഴി പ്രത്യേകം രേഖപ്പെടുത്താനാണ് ക്രൈംബ്രാഞ്ച് തീരുമാനിച്ചിരിക്കുന്നത്. ഏറ്റവും ആദ്യം ബിജു രമേശിന്റെ മൊഴിയെടുക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അത് ഏറ്റവും ആദ്യം രേഖപ്പെടുത്തുക. പിന്നീട് ഈ ബിജു രമേശിന്റെ പ്രതികരണം വന്നതിന് ശേഷം ശാശ്വതീകാനന്ദയുടെ മരണവുമായി പ്രതികരിച്ചിട്ടുള്ള നിരവധി പേരുണ്ട്. അവരുടെയൊക്കെ മൊഴികൾ പ്രത്യേകം രേഖപ്പെടുത്തുക. അതിനുശേഷം മാത്രം മതി ഇതിന്റെ അന്തിമ റിപ്പോർട്ട് തയ്യാറാക്കുക എന്ന തീരുമാനത്തിലേക്കാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് എത്തിയിരിക്കുന്നത്. അന്വേഷണം അപ്പോൾ നീളാനുള്ള സാധ്യതയുമുണ്ട്. ഏതായാലും അന്തിമ റിപ്പോർട്ടിൽ ഇവരുടെയൊക്കെ മൊഴികളുടെ അടിസ്ഥാനത്തിലായിരിക്കും ശാശ്വതീകാനന്ദയുടെ മരണവുമായി ബന്ധപ്പെട്ടുള്ള അന്തിമ റിപ്പോർട്ട് തയ്യാറാക്കുകയും ചെയ്യുക. ക്രൈംബ്രാഞ്ചിന്റെ പ്രത്യേക അന്വേഷണ സംഘത്തിനാണ് ഇപ്പോൾ സർക്കാർ ഈ പുനരന്വേഷണത്തിനുള്ള സാധ്യതകൾ തേടിയുള്ള മൊഴികൾ രേഖപ്പെടുത്താനൊക്കെ തന്നെ ചുമതലകൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ബിജു രമേശ് അടക്കമുള്ളവരുടെ മൊഴി രേഖപ്പെടുത്താൻ ക്രൈംബ്രാഞ്ച് തീരുമാനിച്ചിരിക്കുന്നത്.